വൈറൽ കുംഭമേള താരത്തിന്റെ ഭർത്താവ് ഫർമാൻ ഖാനെതിരെ പോക്സോ കേസ്. മധ്യപ്രദേശ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. കമ്മീഷന്റെ അന്വേഷണത്തിൽ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായില്ലെന്ന കണ്ടെത്തലിന് പിന്നാലെയാണ് നടപടി. ദേവിക ചേരുന്നതിന്റെ വിശദാംശങ്ങളുമായി. ദേവിക, ഈ കുംഭമേള താരത്തിന്റെ ഭർത്താവിനെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായില്ല ഈ വിവാഹ സമയത്ത് എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? അശ്വതി, ഞാനിപ്പോൾ ഉള്ളത് പൂവാറിലെ നയനാർ ക്ഷേത്ര പരിസരത്താണ്. ഇവിടെയാണ് ഈ കുംഭമേളയിലെ വൈറൽ താരത്തിന്റെയും ഫർമാൻ ഖാന്റെയും വിവാഹം നടന്നത്. നമ്മളോടൊപ്പം ഈ ക്ഷേത്രയോഗം സെക്രട്ടറി അജിത് കൂടി ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഈ വിവാഹം, ഈ ക്ഷേത്രം തിരഞ്ഞെടുക്കപ്പെട്ടത്? രാവിലെ ഈ മോണോലുസായും കുട്ടിയുടെ അച്ഛനും ഈ ഫർമാനും കൂടെ തമ്പാനൂർ സ്റ്റേഷനിൽ ഇവർ തമ്മിലൊരു തർക്കം പോലെ വന്ന് തമ്പാനൂർ സ്റ്റേഷനിൽ നിൽക്കുകയായിരുന്നു. അപ്പം അച്ഛന് എൻ്റെ കൂടെ പോകണമെന്ന് പറഞ്ഞ് അച്ഛൻ ബഹളം വയ്ക്കുന്നു. ഈ ഫർമാൻ്റെ കൂടെ പോകണമെന്ന് പറഞ്ഞ് ഈ കുട്ടി ബഹളം വയ്ക്കുന്നു. അപ്പം പോലീസ് ഇവരുടെ രേഖകളൊക്കെ പരിശോധിച്ചിട്ട് രണ്ടുപേരുടെ ജാമ്യത്തിൽ ഈ അച്ഛൻ്റെ കൂടെ അല്ല, അവർ പ്രായപൂർത്തിയായവരാണ്, അവരൊരുമിച്ച് പോട്ടെ എന്ന് തീരുമാനിക്കുകയും രണ്ടുപേര് ജാമ്യത്തിലെടുത്ത് ഞങ്ങളുടെ ഈ അരിമാനൂർ അവർക്ക് പരിചയമുള്ള ഒരു സ്ഥലമുണ്ട്, അവിടെ വരികയും ചെയ്തു. അവിടെ നിന്ന് അവരാലോചിച്ചു, നമുക്ക് ഈ ക്ഷേത്രത്തിൽ വെച്ച് ഇന്ന് കല്യാണം നടത്താമോ എന്ന് ആലോചിച്ചു. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം 5 മണിക്ക് സമയം പറഞ്ഞു. അങ്ങനെ ഇവിടെ വെച്ച് കല്യാണം നടന്നു. അപ്പോൾ അതിൽ സ്റ്റേഷനിൽ വെരിഫൈ ചെയ്തപ്പോൾ അത്യാവശ്യം അവരുടെ രേഖകളൊക്കെ ബേസിക് അവർ വെരിഫൈ ചെയ്ത് കാണുമല്ലോ, അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞയക്കുമായിരുന്നു. തിരിച്ച് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞയച്ചു. അപ്പോൾ ഇവിടെ വെച്ച് ഞങ്ങൾ അവരുടെ സമ്മതപത്രം, ഈ ഹിന്ദു ക്ഷേത്രമാണെന്നും ഹിന്ദുമത ആചാരപ്രകാരമാണ് ഇവിടുത്തെ വിവാഹം നടക്കുന്നതെന്നും എഴുതി വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്കുള്ളത് ആധാർ ഞങ്ങൾ വെരിഫൈ ചെയ്തു. അത് ആധികാരികമായി വെരിഫൈ ചെയ്യാനുള്ള സംവിധാനം ഞങ്ങളിലില്ല. പക്ഷേ അന്ന് വൈകുന്നേരം തന്നെ പഞ്ചായത്തിൻ്റെ ഡിസ്ക് വഴി പഞ്ചായത്തിൻ്റെ സർട്ടിഫിക്കറ്റ് അവർക്ക് ഇഷ്യൂവും ചെയ്തു. അപ്പോൾ അത് പഞ്ചായത്തിന് ഡിസ്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ അതിനൊരു ഓതൻറ്റിക്കേഷൻ ഉണ്ട്. അവർ അതുവഴി അത് കൊടുത്തു. ആധാർ കാർഡിൽ ഉണ്ടായിരുന്ന ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ച് 18 വയസ്സ് കഴിഞ്ഞു 18 വയസ്സും കഴിഞ്ഞു 4 മാസം എന്തൊക്കെ ആയി. ഇപ്പം വലിയൊരു നിയമക്കുരുക്കിലേക്കാണ് ഇത് പോകുന്നത്. ദേശീയ പട്ടിക വർഗ കമ്മീഷന്റെ കണ്ടെത്തലിനെ തുടർന്ന്, അതായത് ഈ വിവാഹം നടന്ന ദിവസം മൊണാലിസ ഈ വൈറൽ താരത്തിന് 16 വയസ്സ് മാത്രമാണ് പ്രായം എന്നൊരു കണ്ടെത്തലുണ്ടായിട്ടുണ്ട്. അതിന്റെ പേരിൽ മധ്യപ്രദേശ് പോലീസ് കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിനുശേഷം ഈ വാർത്ത അറിഞ്ഞെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അവരെ താങ്കൾ ബന്ധപ്പെട്ടു? അല്ല, അവരല്ല, ഞങ്ങൾക്ക് പരിചയമുള്ള ഇവരുടെ ഒരു ആളുണ്ട്, അയാളെ ബന്ധപ്പെട്ടു. അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് ഹൈക്കോടതിയിൽ അവർ ബന്ധപ്പെട്ടിട്ടുണ്ട്, അവർക്ക് അറസ്റ്റ് പാടില്ല എന്ന് പറഞ്ഞൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇനി ഒരു മാസം കഴിഞ്ഞെന്തോആണ് അടുത്ത് ഈ കേസിൻ്റെ ഇത് വെച്ചിരിക്കുന്നത്. അവർ ആധാറും മറ്റു കാര്യങ്ങളും കോടതിയിൽ ഹാജരാക്കിയിരിക്കും, അല്ലാതെ അവർക്ക് ഇങ്ങനെ ഒരു ഓർഡർ കിട്ടില്ല. അതുകൊണ്ട് നമുക്കൊരു വിശ്വാസമുണ്ട് അവർ ഇത് ചെയ്തത് കറക്റ്റാണെന്ന്. അല്ലെങ്കിൽ അവർ കോടതിയെ സമീപിക്കില്ല, പ്രത്യേകിച്ച് ഹൈക്കോടതിയെ. ഇപ്പോൾ പണ്ട് ഈ ജനിച്ച ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യങ്ങളടക്കമാണ് പുറത്തു വരുന്നത്. ഇതേ സംബന്ധിച്ച് മൊണാലിസയോടോ ഫർമാൻ ഖാനോടോ ഫോണിലോ മറ്റോ ബന്ധപ്പെടാൻ സാധിക്കും? ഇല്ല, നമ്മൾ അങ്ങനെ ബന്ധപ്പെട്ടിട്ടില്ല. മിശ്ര വിവാഹങ്ങൾ പൊതുവെ നടക്കുന്ന ഒരു ക്ഷേത്രമാണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലൊരു വിവാഹം. തീർച്ചയായിട്ടും ഞങ്ങൾ മിശ്ര വിവാഹം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കാര്യം ഇവിടെ ശ്രീനാരായണ ഗുരുദേവന്റെ സന്നിധിയിൽ വെച്ച് തന്നെയാണ് നടന്നത്. ഹിന്ദുമത ആചാരപ്രകാരം ഹാരമിട്ട് തന്നെയാണ് നടത്തിയത്. ഫർമാൻ അവിടെ തൊഴുതുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരു പക്ഷേ വന്ന് ഷൂട്ട് ചെയ്ത് കാണും. അതെല്ലാം ആ ഇത് രീതി ചെയ്തത്. കമ്മീഷന്റെ ആളുകൾ ഇവിടെ എത്തി രേഖകൾ? തീർച്ചയായിട്ടും അവരിവിടെ വന്ന് രേഖകളൊക്കെ പരിശോധിച്ച് അവരതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞാൽ ആധാർ വഴിയാണ് നമ്മൾ എല്ലാം ചെയ്തതെന്ന് അവരെടുത്ത് പറഞ്ഞു. അത് തന്നെയാണ് പറയാനുള്ളത്. വലിയ നിയമക്കുരുക്കിലേക്ക് ഈ വിവാഹം പോകുമ്പോഴും ഈ ക്ഷേത്രത്തിൽ കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ച് തന്നെയാണ് ഈ വിവാഹം നടത്തിയത് എന്ന കാര്യത്തിൽ തന്നെയാണ് ഈ ക്ഷേത്രം ഭാരവാഹികൾ അടക്കം ഉറച്ചു നിൽക്കുന്നത്. അശ്വതി. ശരി, ദേവികയാണ് വിശദാംശങ്ങൾ നൽകിയത്. വൈറൽ കുംഭമേള താരത്തിന്റെ ഭർത്താവ് ഫർമാൻ ഖാനെതിരെ പോക്സോ കേസ് എടുത്തിരിക്കുകയാണ്. മധ്യപ്രദേശ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. കമ്മീഷന്റെ അന്വേഷണത്തിൽ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായില്ലെന്ന കണ്ടെത്തലിന് പിന്നാലെയാണ് നടപടി.